So hey guys and welcome to Man Minds. So Durandar 2, what a film. ഞാൻ ആക്ച്വലി പ്രിവ്യൂ ഷോ കണ്ടതാണ്, ഇടാൻ കുറച്ച് വൈകിപ്പോയി. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിലും വെച്ച് കിടിലനായിട്ടാണ് ഈ പാട്ട് വന്നിരിക്കുന്നത്. അതായത് വളരെ കുറച്ച് പടങ്ങളേ ഉള്ളൂ സെക്കൻഡ് പാർട്ടിലും ആ ഒരു പെർഫോമൻസ് ആണെങ്കിലും സ്റ്റോറി ആണെങ്കിലും തീരെ ഡൗൺ ആവാതെ ബെറ്റർ ആയി വരുന്ന ചിലത്. പക്ഷേ ദിസ് വൺ ബഡി നെയിൽഡ് ഇറ്റ് വിന്ന. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കേരളത്തിൽ സത്യം പറഞ്ഞാൽ കുറച്ചായി ഇങ്ങനെ ഒരു ക്രീസ് ബോളിവുഡ് പടത്തിന് കണ്ടിട്ട്, ആൻഡ് ഐ ലവ്ഡ് ഇറ്റ് മാൻ. സോ യാ, ബിഗ് സല്യൂട്ട് ടു ആദിത്യ ദി ഡയറക്ടർ ഓഫ് ദ ഫിലിം. കാരണം ആള് ചെയ്തിരിക്കുന്ന റിസർച്ച് ആണെങ്കിലും എഫേർട്ട് ആണെങ്കിലും സ്ക്രീനിൽ അത് വിസിബിൾ ആണ്. കാരണം കുറേ റിയൽ ടൈം ഇൻസിഡൻസ്, അതായത് ഇന്ത്യയിൽ നടക്കുന്ന കുറേ ഇൻസിഡൻസ് വെച്ച് കണക്ട് ചെയ്തതും അത് തുടക്കം തൊട്ട് അവസാനം വരെയും ആ എഫേർട്ട് ക്ലീൻ ആയിട്ട് നമുക്കത് സ്ക്രീനിൽ കാണാൻ പറ്റും. സോ ആള് ചെയ്തിരിക്കുന്ന റിസർച്ച് എത്രത്തോളം ഉണ്ട് എന്ന് പടം കണ്ടാൽ നമുക്കത് മനസ്സിലാവും. പിന്നെ ഈ പടത്തിന്റെ മേജർ പ്ലസ് രൺവീർ സിംഗ്. കാരണം ലുക്ക് കൊണ്ടാണെങ്കിലും ആറ്റിറ്റ്യൂഡ് കൊണ്ടാണെങ്കിലും എല്ലാം, സ്ക്രീൻ പ്രസൻസ്, ആക്ടിങ്, ഹീസ് ടു പെർഫെക്റ്റ്. ഓൺഡ് ദിസ് ഫിലിം, ഹി ഓൺഡ് ദാറ്റ് പ്ലാറ്റ്ഫോം. ഞാൻ ആളുടെ കുറെ പടങ്ങൾ കണ്ടിട്ടുണ്ട്. ഹി ഈസ് എ ഗ്രേറ്റ് ആക്ടർ, റിയലി ടാലന്റഡ് ഗൈ. ബട്ട് ആഫ്റ്റർ ദിസ് ഫിലിം ഐ എം ബിക്കമിങ് എ ഫാൻ ഓഫ് ഹിം. രൺവീർ സിംഗ് മാത്രമല്ല, ഇതിലുള്ള എല്ലാ കാസ്റ്റും, ഓക്കെ, സാറ പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന ആ മെച്യൂരിറ്റി, ആ കുട്ടി കാണിച്ചിരിക്കുന്ന മെച്യൂരിറ്റി ലെവൽ, ആ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന മെച്യൂരിറ്റി, ഇറ്റ്സ് അമേസിങ്, ഇറ്റ്സ് ടോട്ടലി അമേസിങ്. പിന്നെ ബാക്കിയുള്ള കാസ്റ്റ് ആണെങ്കിലും ശരി, സഞ്ജയ് ദത്ത് ആണെങ്കിലും ആസ് ഓൾവേസ് സ്ട്രോങ് പെർഫോമൻസ്. മാധവൻ, മാൻ, യു നെയിൽഡ് ഇറ്റ്. പിന്നെ അങ്ങനെ എല്ലാവരും, സ്പെഷ്യലി അർജുൻ രാംപാൽ ആസ് എ വില്ലൻ. ഓം ശാന്തി ഓം തൊട്ട് തന്നെ ആളുടെ ഒരു ഫാനാണ് ഞാൻ ആസ് എ വില്ലൻ. ഓക്കെ, പിന്നെ എഗെയിൻ ഇതിൽ പ്രൂവ് ചെയ്തിരിക്കുകയാണ് ഹി ഈസ് പെർഫെക്റ്റ് ആസ് എ വില്ലൻ എന്ന്. ആൻഡ് ദ മ്യൂസിക് ഡയറക്ടർ ശാശ്വത് സച്ദേവ്, ഗ്രേറ്റ് വർക്ക്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ശരി, ഇമോഷണൽ സീൻസിലുള്ള സ്കോർസ് ആണെങ്കിലും, പിന്നെ ഈ ഓൾഡ് റീമിക്സ് സോങ്സ് ആണെങ്കിലും ശരി, എല്ലാം പെർഫെക്റ്റ്. അതായത് ദുരന്തർ 1-ൽ നമ്മൾ കണ്ട നമുക്ക് കിട്ടിയ എഫക്ട്സിന്റെ ഒരു 3x ആണ് നമുക്ക് ഇതിൽ കിട്ടാൻ പോകുന്നത്, എസ്പെഷ്യലി ഇൻ തിയേറ്റർ. ദിസ് ഇസ് എ മസ്റ്റ് തിയേറ്റർ വാച്ച് ഫിലിം. OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ടീമുകളാണെങ്കിൽ ദയവ് ചെയ്ത് വെയിറ്റ് ചെയ്യേണ്ട. പടനെ തിയേറ്ററിൽ പോവുക, കാണുക, എൻജോയ് ചെയ്യുക. കാരണം അതിനുള്ള ഐറ്റം അതിലുണ്ട്. 4 മണിക്കൂർ പടമാണെങ്കിൽ പോലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 2 hours ഒരു ടൈമേ നമുക്ക് ഫീൽ ആവത്തുള്ളൂ. കാരണം ഇന്റർവെൽ ആവുമെന്ന് അറിയത്തില്ല, അതേപോലെ ക്ലൈമാക്സ് ആവുമെന്ന് അറിയില്ല. വി വിൽ എൻജോയ് ഇറ്റ് വെന്റ് സോ സ്മൂത്ത്. നമ്മൾ ശരിക്കും തിയേറ്ററിൽ എൻജോയ് ചെയ്യും, സമയം പോകുന്ന അറിയത്തുപോലുമില്ല അവിടെ. പിന്നെ ബ്രൂട്ടൽ സീൻസ് ആണെങ്കിലും അത്യാവശ്യത്തിൽ കൂടുതലുണ്ട്. ഈ സെൻസർ ബോർഡ് കുറച്ച് സീൻസ് എല്ലാം കട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്, പക്ഷെ സ്റ്റിൽ ഇതിൽ അത്യാവശ്യത്തിൽ കൂടുതൽ തന്നെ ബ്രൂട്ടൽ സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ വൈഫെല്ലാം കണ്ണടച്ച് കാണുന്ന കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഈ മാർക്കോ ആ ഒരു ടൈപ്പ് അല്ലെങ്കിലും ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ കുട്ടികളെ കുറിച്ച് കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ അവിടെ തിയേറ്ററിലൊന്നും ID കാർഡ് ചെക്ക് ചെയ്തിട്ടൊന്നും ആരെയും കയറ്റത്തില്ല. ചെറിയ കുട്ടികളാണെങ്കിലും കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും അവർ കയറ്റി വിടും. സോ ബെറ്റർ കുട്ടികളെ കൊണ്ടുപോയിരിക്കുക. അത് അവരല്ലാതെ ബാക്കി എല്ലാവരും ഈ പടം നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്യും. ഈ മൂവി ഒരു പെർഫെക്റ്റ് മിക്സ് ആണ്. ത്രില്ലിംഗ്, സസ്പെൻസ് ആണെങ്കിലും, കുറെ ട്വിസ്റ്റ് ആണെങ്കിലും, ആക്ഷൻ സീക്വൻസസ് ആണെങ്കിലും, എൻ്റെ ബഡി എല്ലാം നല്ല രീതിക്ക് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട് ഈ പടത്തിൽ. വേറൊരു കാര്യം ഞാൻ ഇത് പറയണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷെ സ്റ്റിൽ ഞാൻ പറഞ്ഞേ പറ്റൂ. കാരണം ടോക്സിക് പോസ്റ്റ്പോണ്ട് ചെയ്തത് നന്നായി എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഈ പടത്തിനെ കോമ്പീറ്റ് ചെയ്യാനുള്ള ഐറ്റം അതിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. മേ ബി ഉണ്ടാവാം, ഉണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ എനിക്കെന്താ തോന്നുന്നില്ല. കാരണം ആസ് ആൻ ഇന്ത്യൻ ഈ പടത്തിന് കോമ്പീറ്റ് ആയിട്ട് ഏതൊരു പടം ഇറങ്ങിയാലും നടക്കൂല. ദിസ് ഈസ് എ പെർഫെക്റ്റ് പാൻ ഇന്ത്യൻ ഫിലിം. ഇതാണ് പാൻ ഇന്ത്യൻ ഫിലിം എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു ബോളിവുഡ് സൈഡിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതാണ്. മന്ത്ലി കണ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കേരളത്തിനെ കുറിച്ച് കുറച്ച് കുറ്റം, അങ്ങോട്ട് പിടിച്ചിട്ട് കുറച്ച് കുറ്റം, ഇങ്ങനത്തെ ഉള്ള ഓരോ വളഞ്ഞ പടങ്ങളല്ല നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതുപോലെയുള്ള പെർഫോമൻസ് ബേസ്ഡ്, അതായത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കിടിലൻ കണ്ടന്റ് ഉള്ള പടങ്ങളാണ് ഞങ്ങൾ ബോളിവുഡിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് യു ആർ കേപ്പബിൾ ഓഫ് ഇറ്റ്. നിങ്ങൾക്ക് അതിനുള്ള ഫണ്ടിങ് ഉണ്ട്, ടീമുണ്ട്, ആക്ടേഴ്സ് ഉണ്ട്. സോ യൂട്ടിലൈസ് ഇറ്റ് മാൻ. സോ യെസ്, ദിസ് ഈസ് മൈ ടേക്ക് ഓൺ ദുരന്തർ 2 ആൻഡ് ഐ ലവ്ഡ് ദ ഫിലിം. കൂടുതൽ എനിക്ക് പറയാനൊന്നുമില്ല. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി മസ്റ്റ് ആയിട്ട് കാണേണ്ട ഒരു കിടുക്കാച്ചി പടം. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം, ശരിക്കും പറഞ്ഞാൽ ഒരു സംഭവം. പടി 4 മണിക്കൂറാണ്, കുറെ നേരം ഇരിക്കണം, അങ്ങനെ ഒന്നും ആലോചിച്ച് പോവല്ലേ പടി. ടൈം പോകുന്ന അറിയില്ല. ഇറ്റ് ഈസ് ടോട്ടലി വർത്ത്. അതായത് ടിക്കറ്റിന് കൊടുക്കുന്ന പൈസയുടെ ഒരു ട്രിപ്പിൾ വർത്ത് ആണ് ഈ പടം. സോ പ്ലീസ് ഡു വാച്ച് ഇറ്റ്. സോ ദാറ്റ്സ് മൈ ടേക്ക് ഓൺ ദുരന്തർ 2. നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ ഷെയർ ചെയ്യുക. സോ കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഡോണ്ട് വെയിറ്റ്, ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ഇറ്റ് ബഡി. ബൈ.